ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവരും തിരക്കായിരിക്കും അല്ലേ, ഉത്രാടപ്പാച്ചിലും അല്ലേ, എല്ലാവരും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരമായി കേട്ടോ, കുറച്ച് നേരമായി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എപ്പോഴും ചെയ്യാത്തൊരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു, സിമ്പിളായിട്ട്. ഇന്നലെ പൊന്നുകുട്ടിയുടെ സ്കൂളിലൊക്കെ പോയി മൊത്തത്തിലൊരു ക്ഷീണമായിപ്പോയി കേട്ടോ, ഭയങ്കര ടയേർഡായിപ്പോയി പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഞാൻ പുറത്തോട്ട് നോക്കുന്നത് നല്ല രസമാട്ടോ, പച്ചപ്പാണ്. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്, എനിക്ക് പുറത്ത് ഇങ്ങനെയൊക്കെ കാണാനായിട്ട്, ഇങ്ങനെ നമ്മൾ ജനൽ തുറക്കുമ്പോൾ ഇങ്ങനെ പച്ച സംഭവങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇങ്ങനെ ചെടികളൊക്കെ നിൽക്കുന്ന പുല്ലായിരിക്കും മൊത്തം, എന്നാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. പിന്നെന്താണ്, നമുക്ക് ഓണം ഇല്ല, ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. പക്ഷേ ഓണത്തിൻ്റെ അന്നുള്ള ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, രാജേഷിൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്, ഞാൻ ഡോർ അടച്ചിട്ടിരിക്കും അവിടെ നിന്ന് സൗണ്ട് ഇങ്ങോട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ സംഭവം, അവലാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റി എന്ന് പറയാനായിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും അവലൊന്നും നനയ്ക്കാറൊന്നുമില്ല ഞാൻ. കുഞ്ഞുങ്ങൾക്ക് ഈവനിങ്ങിലാണ് കൂടുതലും ഞാൻ അവൽ കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അവൽ പിന്നെ ശർക്കര പൊടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കണ്ണൻകുട്ടന് എപ്പോഴും കൊഴുക്കട്ട, അട, പിന്നെ ഈ അവൽ നനച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ശർക്കരയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ ശർക്കര പൊടി വാങ്ങിച്ചു വെച്ചു കേട്ടോ. നല്ലതാണ് കേട്ടോ, നല്ല സംഭവമാണ്. 65 രൂപയേ ഉള്ളൂ. മേടിക്കുന്നവരുണ്ടാവും, എങ്കിലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശർക്കരയെക്കാട്ടിലും വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാം, സിമ്പിളാണ്, നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ശർക്കരയെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അരിച്ചൊക്കെ എടുക്കേണ്ടി വരും, പക്ഷേ ഇത് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നല്ല ക്ലീനായിട്ടുള്ള ഡബിൾ ഹോൾസിൻ്റെ ആണ് കേട്ടോ. ഞാനിവിടെ റബ്ബർ ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റാത്ത ഡബിൾ ഹോൾസിൻ്റെ ആണ് കേട്ടോ. ഇത് 400 ഗ്രാമാണ്, 65 രൂപയാണ് കേട്ടോ. ഇത് ഡബിൾ ഹോൾസ് കണ്ട. അപ്പോൾ ദേ ഇവിടെ അവൽ എടുത്ത് വെച്ചിരിക്കുന്നു. തേങ്ങ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി രാവിലെ രാജേഷനെ കടയിൽ വിട്ട് സാധനം മേടിപ്പിക്കാനുള്ള മടി കാരണം ഉള്ള തേങ്ങ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് തേങ്ങയുള്ളൂ, പിന്നെ ശർക്കര ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കുറച്ച് തേങ്ങയായാലും മതി. അപ്പോൾ നമുക്ക് ഇത് ഫ്രഷ് നല്ല അവലാണ് കേട്ടോ, നമ്മൾ മഞ്ഞളിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ല അവലാണ്. ഇതിനകത്ത് അങ്ങനെ അഴുക്കൊന്നുമില്ല, ഫുൾ ക്ലീനായിട്ട് വരുന്ന നല്ല അവലാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അവൽ നനയ്ക്കാം. അവൽ നനയ്ക്കുന്ന വീഡിയോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. പിന്നെ ഞാനിവിടെ വെറൈറ്റിക്ക് ഒരു കുറച്ച് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 4 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ. അപ്പോൾ 2-3 ദിവസമായിട്ട് പാചകമൊന്നും വീട്ടിലില്ലായിരുന്നു കേട്ടോ, പാചകവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, തിരക്കായിരുന്നു. ആലപ്പുഴയിൽ പോകുന്നു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ പൊന്നുൻ്റെ സ്കൂളിൽ പരിപാടി. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഉച്ചക്കത്തേക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ പിന്നെ കാണിക്കാവേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ പുറത്തെ സംഭവം കാണിച്ചില്ലല്ലോ, ഇതാണ് കേട്ടോ. ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ പച്ചപ്പ് പോലെ കണ്ട, അവിടെ മഞ്ഞ നിറത്തിലെ പൂവുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. കണ്ട, മഞ്ഞ നിറത്തിൽ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പറമ്പിൽ കൂടെ നടക്കുമ്പോൾ ഇതുപോലെ മഞ്ഞ നിറത്തിൽ പൂവ് ഇങ്ങനെ നിൽക്കുമല്ലോ, അത് നിറച്ചവിടെ ഉണ്ട് കേട്ടോ. നല്ല രസം, നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. പിന്നെ ചിത്രശലഭമൊക്കെ പറക്കുന്നത് നന്നായിട്ട് കാണാവേ. അവിടെ ഒരു തോടാണ് കേട്ടോ, ഈ ഒരു പച്ച വിരി കണ്ടോ, അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ കനാല് പോലത്തെ തോട് പോലെ ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ ഒരു ദിവസം കാണിക്കാവേ, നോക്കട്ടെ, ഇന്ന് തന്നെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാവേ. അപ്പോൾ നമുക്ക് ഇവിടെ മുട്ട ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിലോട്ട് എന്തായാലും പോകാം. ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആക്കട്ടെ, അല്ലെങ്കിൽ സമയം കുറച്ചായി. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും സെറ്റാക്കിയിട്ട് ഞാൻ കാണിക്കാവേ. ഇന്ന് ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണിക്കാം. എന്തായാലും എപ്പോഴും ഇഡ്ഡലിയും ദോശ, ഇടിയപ്പം, പുട്ട് അങ്ങനെയൊക്കെ അല്ലേ. ഇന്ന് മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്കുകയാണെങ്കിൽ എളുപ്പമല്ലേ. അപ്പോൾ ദേ നമ്മുടെ ആവശ്യത്തിനുള്ള അവൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീനാണ് കേട്ടോ, ഇതിനകത്ത് നോക്കാനും കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്ലീനായിട്ടുള്ള അവലാണ്. ഇതിലോട്ട് നമുക്ക് ശർക്കര പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, അപ്പോൾ എല്ലാവരും അത്യാവശ്യം കഴിക്കുന്നത് കൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള അവൽ എടുത്തിട്ടുണ്ട്. ഇതിവിടെ മിച്ചം ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല ക്ലീനായിട്ടുള്ള പൊടിയാണ്. അതിനകത്തൊന്നും നമുക്കൊന്നും ചെയ്യാനൊന്നും ഇല്ല.
നല്ല ക്ലീൻ ആയിട്ടുള്ള പൊടിയാണ്. ഉപയോഗിക്കുന്നവർ കാണും, അപ്പോൾ അവർക്കറിയാൻ പറ്റും. അപ്പോൾ ഇനി ശർക്കര മേടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എനിക്ക് തോന്നുന്നു ഈ പൊടിയായിരിക്കുമെന്ന്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ദേ നമ്മൾ അവലൊക്കെ നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൽ നനച്ചത് നല്ലതല്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, പേടിക്കാനൊന്നും ഇല്ല. രാവിലെ തന്നെ ഒരു ഇച്ചിരി അവൽ നനച്ചതൊക്കെ കഴിച്ച് ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയെന്നും പറഞ്ഞ ഒരു കുഴപ്പമില്ല അല്ലേ. അപ്പോൾ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ അമ്മമാർക്ക് ഏറ്റവും നല്ലത് അവൽ നനച്ചത്, ഇതുപോലെ പഴം, ചെറിയ പഴമായിരുന്നുണ്ട്, ഏത്തപ്പഴമാണ് കൂടുതലും നല്ലത്, അത് പുഴുങ്ങി വെച്ചാൽ കുറച്ചായി നല്ലതായിരിക്കും. പിന്നെ ഒരു മുട്ടയാണ് കേട്ടോ. അപ്പോൾ പൊന്നുകുട്ടിക്കുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പൊന്നുകുട്ടി എഴുന്നേറ്റ് വന്ന്, പൊന്നുകുട്ടിക്ക് പഠിത്തമില്ലാത്ത ദിവസം പൊന്നുകുട്ടി ഇച്ചിരി താമസമാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനും പിന്നെ ഓർക്കും പോട്ടെ സാരമില്ല കിടന്നോട്ടെന്ന് വിചാരിക്കും കേട്ടോ. അല്ലാത്ത ദിവസം ഇച്ചിരി നേരത്തേക്ക് എഴുന്നേൽക്കുന്നതല്ലേ. അപ്പോൾ ദേ പഴം, മുട്ട, പിന്നെ അവൽ നനച്ചത്. ദേ നമ്മുടെ കണ്ണൻകുട്ടൻ കൊണ്ടുപോവാണ് കേട്ടോ. കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൽ നനച്ചതൊക്കെ. മുട്ട പിന്നെ ഫേവറേറ്റാണ്. മുട്ട ഇടയ്ക്ക് ഞാൻ ഇതുപോലെ പുഴുങ്ങിയൊക്കെ കൊടുക്കുന്നുണ്ട്. മുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അത് നമ്മുടെ റേഷൻ എന്തൊക്കെയോ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. കുറച്ച് ഞാൻ ചിക്കൻ മേടിച്ചാൽ മൊത്തത്തിൽ എടുക്കത്തില്ല, കുറച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ എടുക്കുകയുള്ളൂ. ഞാനവിടെ ആ സമയം കൊണ്ട് കുറേ തുണി കഴുകാനുണ്ടായിരുന്നു. നാളെ തിരുവോണമല്ലേ, തിരുവോണമായിട്ട് നമ്മളാരും തുണിയൊന്നും കഴുകത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കുറേ തുണി കഴുകാനുണ്ടായിരുന്നു. പിന്നെ വീടിനകമൊക്കെ തൂത്ത് തുടച്ചു. ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. മൊത്തം തുണിയൊക്കെ വിരിച്ച് അകമൊക്കെ തൂത്ത് തുടച്ച് പുറത്തോട്ട് വന്നപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. അതേ മഴക്കാറിങ്ങനെ മൂടി നിൽപ്പുണ്ട്. പിന്നെ ഞാനിവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട്, ഇവിടെയൊക്കെ പുല്ലായിരുന്നു കേട്ടോ. അതൊക്കെ ഇവിടുത്തെ ഓണർ ആളെ നിർത്തി റെഡിയാക്കി തന്നു. തിരുവോണം ആയതുകൊണ്ടായിരിക്കാം, ഓണം ആയതുകൊണ്ടായിരിക്കും അവരെല്ലാം വൃത്തിയാക്കിയൊക്കെ തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വാരി എല്ലാം ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ദേ ലഞ്ച് കഴിക്കുകയാണ്. പുളിശ്ശേരിയുണ്ട്, അവിയലുണ്ട്, ഇഞ്ചിക്കറിയുണ്ട്, പിന്നെ ചിക്കൻ കറിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അവിടെ അടിയന്തരത്തിന് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു മരിപ്പുണ്ടായിരുന്നെന്ന്, അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതാണ് പുളിശ്ശേരിയും ഇഞ്ചിക്കറിയും. പിന്നെ അവിയൽ പൊന്നുകുട്ടിയുടെ സ്കൂളിൽ നിന്ന് ഇസ്കിയതാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവുകയാണേ. അപ്പോൾ ഇന്ന് ഉത്രാടപ്പാച്ചിലാന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഓണമില്ല എങ്കിലും നമുക്കൊന്ന് ചേർത്തല ടൗണിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ ഫ്രണ്ട്സിനെ. എനിക്ക് മൊത്തം കാണിക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ചെറിയ രീതിയിൽ ചേർത്തലയിലെ ആ ഒരു റോഡിലെ തിരക്കും കാര്യങ്ങളും ഒക്കെ. പിന്നെ നമ്മുടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ഓൾറെഡി 2 ഡ്രസ്സ് എടുത്തു കേട്ടോ. ഒന്ന് രാജേഷൻ്റെ അച്ഛനും അമ്മയും ക്യാഷ് തന്നിട്ട് അങ്ങനെ അവർക്ക് എടുത്തു. പിന്നെ എൻ്റെ പേരമ്മ തന്നു. പിന്നെ അവരുടെ പേരമ്മ, കണ്ണൻകുട്ടൻ്റെയും പൊന്നുകുട്ടിയുടെയും പേരമ്മ ക്യാഷ് തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ആ ഫ്രണ്ടിൽ ഒരു ചെറിയ കനാല് പോലെ, തോട് പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ ചേർത്തലയിൽ ഇത് മെയിനാണ് കേട്ടോ, ഇതുപോലുള്ള തോടും കനാലും ഒക്കെ. അപ്പോൾ ഇതുപോലെ വെള്ളമൊഴുക്കുണ്ട് കേട്ടോ. മീനുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കൊക്കെ ഇവിടെ നിന്ന് ചില പിള്ളേർ ചൂണ്ടയിടുന്നതൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം കാട് പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗം മാത്രമേ ഇതുപോലെ കാണുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ചേർത്തല ടൗണിൽ ഉത്രാടപ്പാച്ചിൽ കാണാൻ പോവാണ്. പിന്നെ നമ്മുടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും എൻ്റെ ചേച്ചി തന്ന പൈസയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതേ പൂക്കളൊക്കെ നിറച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്നത്, എവിടെ നോക്കിയാലും പൂക്കളേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ 2 വീലറിലിരുന്നാണ് കേട്ടോ ജസ്റ്റ് ഉത്രാടപ്പാച്ചിൽ എടുക്കുന്നത്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിങ്ങനെ നിന്ന് അങ്ങനെയൊന്നും എടുക്കുന്നില്ല. പിന്നെ വഴിയോര കച്ചവടക്കാർ തുണിയൊക്കെ വഴിയിലിങ്ങനെ വിൽക്കാനൊക്കെ ഒരുപാട് ആളുകൾ, എന്ത് തിരക്കാണെന്നറിയാവോ, ബ്ലോക്കിൽ പെട്ടുപോയെന്ന് പറയാം. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആളുകളൊക്കെ പോകുന്ന നല്ല രസമുണ്ടല്ലേ, ആളുകളൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് പോകുന്നതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഈ വേറൊരു സ്ഥലത്ത് പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെയും നിറച്ച് പൂകൾ കേട്ടോ. മഞ്ഞ ജമന്തി, ഓറഞ്ച് കളറുള്ള ജമന്തി, പിന്നെ വാടാമുല്ല, വെള്ള കളറുള്ള ഒരു പൂവ്, ഇതെല്ലാം വിൽക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടിട്ട് കൊതിയായി കേട്ടോ. കുറേ ഇങ്ങോട്ട് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അത്തമൊക്കെ ഇടാനായിട്ട്. ഒരു 3-4 വർഷമായിട്ട് 3-4 വർഷമായിട്ട് ഞങ്ങൾ അത്തപ്പൂക്കളൊന്നും ഇടുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് കണ്ടോ, നല്ല തിരക്കാണ്. ടെക്സ്റ്റൈൽ ഷോപ്പിലെല്ലാം ഈ അവസാന നിമിഷം മേടിക്കാനിരിക്കുന്ന ആളുകളുണ്ടല്ലോ, എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മേടിക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ്. അപ്പം ഞങ്ങൾ എന്തായാലും പുറത്തിറങ്ങിയത് നമ്മുടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ.
അപ്പോൾ എന്താ മൊത്തം തിരക്കാണ് കേട്ടോ, നല്ല ബ്ലോക്കാണ് ടൗണിൽ. എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് രാജേഷണം. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ പോയത്. അങ്ങനെ അവസാനം ഞങ്ങൾ ട്രെൻഡ്സിലെത്തി കേട്ടോ. ഉള്ളത് പറയാലോ, ട്രെൻഡ്സിൽ വലിയ കളക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് തീർന്നു പോയിട്ടാണോ എന്തോ എനിക്കറിയില്ല. കുട്ടികളുടെ സെക്ഷനിൽ പൊന്നുകുട്ടിക്കൊന്നും കറക്റ്റ് സൈസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. കാരണം സെലക്ഷനൊക്കെ കഴിഞ്ഞു, അവിടെ ഒരു സുഖമില്ല. പിന്നെ അവസാനം ഞങ്ങൾ കണ്ണന് 2 ടീഷർട്ട് എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. ഒരു റെഡ് ടീഷർട്ട്, എൻ്റെ ഫേവറേറ്റ് കളറാണ് റെഡ്, അതുകൊണ്ട് ഞാൻ റെഡ് ടീഷർട്ടും ഒരു വൈറ്റ് ടീഷർട്ടും എടുത്തു. പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ കയറി പൊന്നൂന് ഇതുപോലൊരു ടീഷർട്ടും എടുത്തു. അവിടെ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു കടയിൽ കയറി പൊന്നൂന് ഈ ഒരു ടീഷർട്ട് എടുത്തു കേട്ടോ. പിന്നെ 2 ടീഷർട്ടും ഒരു സ്കേർട്ടും എടുത്തു കേട്ടോ പൊന്നൂന്. പിന്നെ ഈ ടീഷർട്ട് നമുക്ക് ജീൻസൊക്കെ ഉണ്ട്, അത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഉത്രാടപ്പാച്ചിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.